എന്താ വീഡിയോ പറയൂ. എന്ത് പരിപാടിയാ അത്? ഉണ്ണിക്കുട്ടന്റെ സ്കൂളില് നാളെ അവർക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്. അവർക്ക് ഈ റീസൈക്കിൾ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു എന്താ പറയാ, നമ്മള് ഡ്രസ്സ് ഉണ്ടാക്കി അത് റാമ്പ് വാക്കാണ്. അപ്പൊ അത് ഭയങ്കര പണി എനിക്ക്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കര മടി. എനിക്കൊരു ഇതില്ല, ഐഡിയ പറഞ്ഞു കൊടുക്കുന്നല്ലാതെ ഒരു ക്ഷമ വേണമല്ലോ നമ്മൾ ഉണ്ടാക്കാനൊക്കെ. അതിനൊക്കെ ക്ഷമ അവന്റെ അച്ഛനാണ്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഹെൽപ്പ്. പക്ഷെ നാളെ വേണമെങ്കിൽ അപ്പൊ നമുക്കതിനൊരു സമയമില്ല. അപ്പൊ അവര് വരുമ്പോഴേക്കും എന്റെ കയ്യിലുള്ള ഐഡിയ വെച്ചിട്ട് ശരിയാവോ ഇല്ലെന്നൊന്നും എനിക്ക് അറിയില്ല. എന്റെ കയ്യിൽ ആകെയുള്ള ഇപ്പൊ റീസൈക്കിൾ മെറ്റീരിയൽ പറയുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ സാധനങ്ങൾ ഒത്തിരി വേണമല്ലോ. ഒരു ഡ്രസ്സൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കണ്ണവണ സാധനമാണ്. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ ഇരിക്കുന്ന കുറച്ച് പേപ്പേഴ്സാണ്. ഈ പേപ്പർ വെച്ചിട്ട് എന്തുണ്ടാക്കാൻ പറ്റും ഞാൻ കുറേ സെർച്ച് ചെയ്തു കേട്ടോ. അതും വേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ സീസൺ ഉണ്ടല്ലോ, അതിനെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പഴയ ഒരു ടീഷർട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു പാന്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അറിയില്ല എത്രമാത്രം സക്സസ് ആവുന്നൊക്കെ. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ അല്ലേ, ഇങ്ങനെ ഒരു കാര്യം ചെയ്യല്ലേ, ഇപ്പൊ നിങ്ങളെയും കൂടി കാണിക്കാം. അത് സക്സസ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങളെ കാണിക്കാം. ഫ്ലോപ്പ് ആയാലും അവര് നാളെ കൂടാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഇത് വേണ്ടാത്ത പാന്റ് അല്ലേ. അപ്പൊ ഇതില് നമ്മ നോക്കട്ടെ ശരിയാവുന്നൊന്നും അറിയില്ല, നോക്കാം. അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് കേട്ടോ. അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്റെ കയ്യിൽ കുറെ പേപ്പേഴ്സ് ഒക്കെ, കളർ പേപ്പേഴ്സ് ഒക്കെ അപ്പൊ കളയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ കുറെ ഇതൊക്കെ കളയാൻ വേണ്ടി വെച്ചിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അറിയില്ല എനിക്ക്, നോക്കാം നമുക്ക് അല്ലെ. അത് രണ്ട് ഇത് മതിയിട്ട് അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. എന്താ ഉണ്ടാക്കണ്ടെന്നൊന്നും അറിയില്ല, നോക്കാം എന്തായാലും. ഞാൻ യൂട്യൂബിലൊക്കെ കുറെ സെർച്ച് ചെയ്തു. പക്ഷെ ഈ സീസൺ രീതിയിലുള്ള ഒരു ഇത് വേണമല്ലോ, അത് കിട്ടാനില്ല. അപ്പൊ ഇതൊക്കെ എന്താവും നോക്കി നോക്കാം. അത്രയും ഞാൻ ഇതൊക്കെ ഉദ്ദേശിക്കുന്നത്. പിന്നെ മടക്കുക ഒരേ വലുപ്പത്തിൽ മടക്കിയിട്ട് കുറച്ച് സ്ട്രിപ്സ് ഉണ്ടാക്കി വെക്കാം. ഇതൊക്കെ ഞാൻ കുറച്ച് ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബാക്കി ഇനി അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ ഐഡിയ പറഞ്ഞു കൊടുക്കാൻ പറ്റും എനിക്ക്. ഇത് കുറേ നേരം ഇരുന്ന് ചെയ്യുമ്പോൾ എനിക്ക് ബോറടി വരും. ക്രാഫ്റ്റും ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് ക്ഷമ വേണമല്ലോ. അപ്പം അത് ഇങ്ങനെ കുറച്ച് സ്ട്രിപ്പ്. ഇത് ഗ്ലൂ ഇടേ, അത് വേണ്ട, ഇപ്പം വേണ്ട കേട്ടോ. അപ്പം നമ്മൾ ഇല്ലേ, ഇവരുടെ കുറേ സാധനങ്ങൾ കയ്യിലുണ്ടെങ്കിലും ആവശ്യത്തിന് രണ്ടുപേരുടെയും ഒന്നും കിട്ടില്ല. ഞാൻ എന്തെങ്കിലും വല്ല അർജൻറ്റ് കാര്യത്തിന് ഒരു പെൻസിലെത്താ, ഒരു സ്കെയിലെത്താന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല ഇവരുടെ കയ്യിൽ അതുവരെ. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു സ്ട്രിപ്പ് ഉണ്ടാക്കി ഇതുപോലെ ഞാൻ കുറച്ചെണ്ണം ഉണ്ടാക്കിയിട്ടെ കേട്ടോ. എന്നിട്ട് ബാക്കി എന്താണ് ചെയ്യാൻ പോകണമെന്നുള്ളത് അപ്പം നോക്കാം കേട്ടോ.
പേപ്പേഴ്സൊക്കെ ഇങ്ങനെ സ്ട്രിപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ടൊക്കെ എന്തുണ്ടാവും പോകുന്നുള്ളത് കണ്ടറിയാം. ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോഴേക്കും അപ്പു വന്നു സ്കൂളിൽ നിന്ന്, അവനെ കൊണ്ടുവരാൻ പോയി. അപ്പം ഞാൻ വീണ്ടും ഇതിൽ തന്നെ ഇരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് സ്റ്റാപ്ലർ ചെയ്യാം. ഓരോന്ന് നോക്കട്ടെ. ഒന്ന്, കുഴപ്പമൊന്നുമില്ല അല്ലേ? അല്ലടാ ഞാൻ ഇപ്പൊ ഇതാ കാണിക്കണം കേട്ടോ. അമ്മ ഫോൺ ഒന്നുമില്ല. പ്രശ്നം വരുമോ? അമ്മ ഇത് കുറച്ച് വലുതല്ലേ മറ്റേതിനേക്കാ? ഇപ്പൊ സെക്കൻഡ് വെച്ച സ്ട്രിപ്പ്. അത് കട്ട് ചെയ്ത് കളയാവുന്നത്. കട്ട് ചെയ്ത് ഈ സാധനല്ലേ വീട്ടിൽ വന്നിട്ട് ഹെൽപ്പ് ചെയ്യണം കേട്ടോ, അനിയൻ്റെ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലേ? കണ്ട ഉണ്ണിക്കുട്ടനെ കണ്ട വെറുതെ നടക്കുക. സ്ട്രിപ്പ് ഉണ്ടാക്കലേ. സൈലന്റ് ആണല്ലോ എല്ലാരും. ചീത്ത പറഞ്ഞാണ്. അപ്പൊ ഡ്രസ് ഊരുന്ന പോലെ ഊരിയത് പേപ്പറല്ലേ? എന്തെങ്കിലും രൂപ ക്രിയേഷൻ ബൈ അമ്മ. അല്ല, എന്തെങ്കിലും രൂപ ഉണ്ടോ? ഇതൊക്കെ പോരുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒട്ടിക്കണം. നേരെ വെച്ചിട്ട് ഒരു ജാക്കറ്റ് പോലെ വിന്റർ സീസൺ കയ്യൊന്നും ഉണ്ടാക്കാൻ എനിക്കറിയില്ല. അപ്പൊ ഇങ്ങനെ വിന്റർ സീസണിന് പക്ഷെ കയ്യില്ലാത്ത സാധനം എങ്ങനെ ഇടുമ്പോ എന്നാലും ഡ്രസ് ഉണ്ടാവുള്ളൂ. വിന്ററിന് വേണ്ട, വേറെ ഏതെങ്കിലും സീസണിന് ഇട്ടോളൂ. സമ്മറിന് ഇടാലോ. ഏത് സീസണാന്ന് ഞാൻ തീരുമാനിച്ചോട്ടെ. ഇനി ഇതിന്റെ ബാക്കി ഫിനിഷിംഗ് വർക്കും കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. അവന്റെ എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇതെങ്ങനെ അന്ന് വെക്കാന്ന് ഊരിയതാ. ഇങ്ങനെയാണെങ്കിൽ അവന്റെ പാന്റ് ഒന്ന് ഊരട്ടെ. ഇനിയും ഫിനിഷിംഗ് വർക്ക് ഉണ്ട്. എത്രയൊക്കെ എത്തിയിട്ടുണ്ട്. എനിക്ക് വയ്യ, ഇരുന്നിരുന്നിട്ടേ ആകെ വയ്യാണ്ടായി. അപ്പൊ ബാക്കി പണികളും കൂടി വരണേന്റെ മുന്നേ തുടങ്ങിയ പണിയാണ്. അതിന്റെ ഇടയിൽ എത്ര പ്രാവശ്യം എണീക്കണം, എന്നെ കൊണ്ടുവരാൻ വേണ്ടിട്ട് എണീറ്റു. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇത് ഇങ്ങനെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട്. അവന് ഗേൾസിനെ വെച്ചാൽ കുറച്ച് ഡിസൈനിങ്ങിൽ ചെയ്യായിരുന്നു. അപ്പൊ ഈ ബോയ്സിന് എന്താ ഇതിങ്ങനെ ജാക്കറ്റ് ഇതങ്ങനെ കൈ ഇത് ജാക്കറ്റും ഒരു പാൻറ്റും. അപ്പോൾ അത്രയല്ലോ. ഇനി അവൻ്റെ അച്ഛൻ വന്നിട്ട് ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് നോക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യാൻ കേട്ടോ. ഇത്രയൊക്കെ ആക്കി വെച്ചു ഞാൻ. ഇനിയിപ്പോൾ ബാക്കി അവൻ്റെ ഫോട്ടോസൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഇതിൽ ചേർക്കാം കേട്ടോ. അപ്പം എന്തായാലും അത്രയേ ഉള്ളൂ. അമ്മേ ഞാൻ ക്ഷീണിച്ചു. അപ്പം എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ ബൈ.